ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ പാർട്സ്, അതായത് ചിക്കൻ്റെ ലിവറും അതിൻ്റെ മങ്ങാണ്ടി അത് ഫ്രൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ നോക്കാം. അപ്പം അതെങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങളായിരിക്കും വിൻസി എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയാണ് കിച്ചണിൽ ജോലി ചെയ്തെന്ന് വിചാരിക്കുന്നത്. അല്ല, ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് സമയമില്ല, അതുകൊണ്ട് ചിക്കത്തൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒന്നും ഡ്രസ്സൊന്നും മാറാതെ അതേപടി തന്നെ കിച്ചണിലോട്ട് കയറിയതാണ്. അല്ല, എല്ലാവരും ഓർക്കും സീരിയലിലൊക്കെ പോലെയാണ് ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്നത്. ഒന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം അങ്ങോട്ട് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം എല്ലാവരും ചോദിക്കും, എവിടെ ചിക്കൻ പാർട്സ് എവിടെയെന്ന് ചോദിക്കും. ചക്കത്തിയൊന്നും നല്ലോണം ചൂടായിട്ട് വരട്ടെ. അപ്പം ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുക കേട്ടോ. കുറച്ചധികം ഉണ്ട്. ചിലപ്പോൾ ഞാനത് കുറച്ചധികം ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ. നമുക്കൊന്ന് ഫ്രൈ ആയി വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണയാണേ. ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത്, അതുകൊണ്ട് കുപ്പിയിലൊന്നും ഒഴിച്ച് വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പൊട്ടിച്ച് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം വേണം അതൊക്കെ ചേരാൻ. തീ നമുക്ക് ഇച്ചിരി ചൂടിച്ച് സമയം അപ്പോൾ ചൂടായിട്ടില്ല, അപ്പോൾ ചൂടായിക്കോട്ടെ. അപ്പോൾ അന്നേരം അത് ചൂടാവട്ടെ. ഇതുണ്ടോ, ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ കേട്ടോ. നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ, വേപ്പില. കറിവേപ്പിലൊക്കെ നമ്മുടെ സ്വന്തം കേട്ടോ. അപ്പം എല്ലാം ഞാൻ കുറച്ച് സാധനങ്ങൾ പരട്ടി, അതായത് ഈ പാർട്സിൽ പരട്ടി ഞാൻ മിക്സ് ചെയ്ത് നമ്മുടെ കുക്കറിൽ 4 വിസിലിട്ട് അവിടെ വെക്കും. 4 വേണമെന്നില്ല, ഞാനങ്ങ് അടിച്ചത് നമ്മളും. കാരണം നല്ല വെന്തോ നല്ലതല്ല. പിന്നെ നമ്മൾ ഫ്രൈ കൂടെ ആകുമ്പോൾ വേഗം. എങ്കിലും ഞാൻ 4 3 ഇട്ടാലും മതി. 2 ഇടുന്നവരും ഉണ്ട്. ഞാൻ 4 ഇട്ട്, കാരണം എനിക്ക് പെട്ടെന്ന് കുക്കർ തുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് എല്ലാം കൂടി ഇട്ട് പരട്ടി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇതേ സെയിം സാധനം. അതിൽ പൊടി ഐറ്റംസ് ഒന്നും വേണ്ട, മഞ്ഞൾപ്പൊടി മാത്രം മതി. ബാക്കി ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പരട്ടി കുക്കറിൽ 4 വിസിലിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അങ്ങനെ ആദ്യം വേവിക്കണം. വേവിച്ചതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്യാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്നും അത് ചതക്കളാട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചതാണേ, കാരണം അത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നാലേ രസം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങൾക്കും ഞങ്ങൾ ഇത്രയധികം എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ചില ഭക്ഷണങ്ങൾക്കൊക്കെ ഇത്രയധികം എണ്ണ ഒഴിക്കുകയും ചെയ്യും കേട്ടോ. എണ്ണ ഉണ്ടെങ്കിലാണെന്ന് നല്ല. അത് ഒത്തിരി മൂത്തൊന്നും വരണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ കൊച്ചുള്ളിയും കൂടെ ഇട്ടേക്കാം. ഞാൻ ചിലർ സവോളയൊക്കെ ഇടും കേട്ടോ. സവോള ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം വെച്ചാൽ കുറച്ച് പെട്ടെന്ന് വേണം, സമയം അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സവോളയാകുമ്പോൾ ഇച്ചിരി താമസമാണ്. ചെറിയ തീയിൽ ഇതങ്ങോട്ട് മൊരിയിച്ചെടുക്കും. ഒത്തിരി മൊരിയണ്ട, എന്നാലും ഒന്ന് അങ്ങനെ ഒന്ന് മൊരിഞ്ഞ്. ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്നത്. ഞാനൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം വെച്ചാൽ എല്ലാവരും ചിക്കനും അതും ഇതൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇതിന് കുറച്ച് വേണമെങ്കിൽ ഇടാം. കുക്കർ തുറന്ന് നോക്കിയിട്ട് വേണം അത് ഇടാനായിട്ട്. ഇപ്പം എങ്ങനെയാണ് ഞാൻ കല്ലുപ്പ് ഇടുന്നത് കൊണ്ട് ഇപ്പം എല്ലാം കൂടെ ചിലപ്പോൾ കൂടുതലായി പോയെങ്കിൽ ഒരു ഉപ്പ് നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന്
ഉപ്പ് നീരായതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പിന്നീട് നമുക്കൊന്ന് തളിച്ച് കൊടുക്കാം, പ്രശ്നമില്ല. സാധാരണ എല്ലാവരും ഇതുപോലെ വഴറ്റുന്ന സമയത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇടാറുണ്ട്. ഇതിപ്പം ഞാൻ കല്ലിൽപ്പെട്ടല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഓക്കെ. അപ്പം നമുക്ക് തീർന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. വെളിച്ചം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് അതൊന്ന് അവിടെ നാവട്ടെ. അതിന് മുമ്പ് നമ്മുടെ കുക്കർ എങ്ങനെയാണ് സ്ഥിതി നമുക്കൊന്ന് നോക്കാം. കുക്കർ തുറന്നിട്ട് ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. വെള്ളത്തോടെ നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം വെച്ചാൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ളതിന് കോരി എടുക്കുന്നേ ഉള്ളൂ. എന്തായാലും വെള്ളം ഉണ്ടാവും അല്ലേ, പിന്നെ വെള്ളമില്ലെങ്കിൽ ഇപ്പോൾ അടിയിൽ പിടിക്കും, നമ്മൾ വിസിലടിക്കുമ്പോൾ. ഇപ്പം നമ്മൾ അല്ലാതെ ഇതിൽ വെച്ച് വേവിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം ഞാൻ ഇനി പിന്നീട് ഉപയോഗിക്കും. ഇത് ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ എടുക്കുന്നതാണ്. അപ്പം നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചേർക്കാം. എല്ലാം കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ചിടുന്നത്. മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലപ്പൊടി കൂടെ ഉള്ള ഞാൻ പിന്നെ അത് ചിക്കൻ മസാല ഇല്ല, തീർന്നു. അപ്പം അതുകൊണ്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയോട് ഞങ്ങൾ നല്ലോണം എരിവിനാണ് എല്ലാം കഴിക്കുന്നത്. കുറച്ച് എരിവ് എന്നിട്ട് അതൊന്നും ചെറിയ തീയിൽ ഒന്ന് മൂപ്പിക്കണം. ചെറുതായിട്ടൊന്ന് മൂക്കാൻ മതി. ഇപ്പം എന്തായാലും മൂക്കാനുള്ളത് കുഴപ്പമില്ല. അപ്പം നമ്മളിതിന് കോരി വെള്ളം അധികം ഞാൻ എടുക്കുന്നില്ല, കാരണം ഫ്രൈ ആയിട്ട് വരാനുള്ളത്. അത് നല്ല അടിപൊളി മണം കേട്ടോ വരുന്നത്. ഇതിൻ്റെ ചാറൊക്കെ നല്ല സൂപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പോയി അപ്പോൾ ബാലൻസ് ഞങ്ങൾ ഇനി വൈകുന്നേരം ചൂടാക്കി എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മാത്രം എടുക്കുന്നു. തന്നെ ഒരു ചെറിയ പാത്രം കൂടെ ചെറുതായിട്ടൊന്ന് തീ കൂട്ടിക്കും. ഇതിൽ ഈ കരളിനൊരു സ്വഭാവമുണ്ട്, ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇളക്കരുത്, പതുക്കെ ഒന്ന് ഇളക്കി സാവകാശം ഒന്ന് ഇളക്കിയെടുക്കണം. മുറിച്ചപ്പോൾ ഇച്ചിരി ചെറുങ്ങനെ മുറിച്ചേക്കണം, അതുകൊണ്ട് എളുപ്പം ആവും. നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട്. അല്പം നാരങ്ങനീര് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, അതല്ല കഴിക്കുമ്പോൾ വേണമെങ്കിൽ അന്നേരം ചേർക്കാം കേട്ടോ. ചെറിയ 5-6 തുള്ളി, കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. കറിവേപ്പില എല്ലാം നമ്മൾ വാങ്ങാൻ നേരത്തിട്ടാൽ മതി കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ, കണ്ടമാനം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൂടെ നോക്കണം, ശ്രദ്ധിച്ച്. അത് ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കുമെന്ന് പറയുന്നതാണ്. ഏറെ എണ്ണ ഒഴിച്ച് വളരെ സാവകാശം ഇളക്കി ഫ്രൈ ആയിട്ട്. ഓക്കെ, കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇത് ഞങ്ങളുടെ സ്വന്തം കറിവേപ്പിലയാണ്.
ആദ്യമൊക്കെ തീ കൂട്ടി വെച്ചിട്ട് പിന്നെ അങ്ങ് കുറച്ചേക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം പിന്നെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. കണ്ടോ, നല്ല ഒന്നാം തരം ഫ്രൈ ചെയ്യാം. കണ്ടോ, ഇനി ഇച്ചിരി സവോളയൊക്കെ അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വെച്ച് പാത്രത്തിൽ അരിഞ്ഞ് വെച്ച് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.